രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ചേച്ചി, ഇത് വിട്ടുകൊടുക്കാൻ പാടില്ല. കേസ് നല്ല രീതിയിൽ അന്വേഷിക്കണമെന്ന് കമ്മീഷണർ സാർ പറഞ്ഞിട്ടില്ലേ? പോയി ചോദിക്കണം. ശരിയായ പ്രതികളെ പിടിക്കുന്നതുവരെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. പറഞ്ഞു എരിവ് കയറ്റിക്കോ. സംഭവിച്ചത് സംഭവിച്ചു. ഇനി അതിന് പിന്നാലെ ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞ എങ്ങനാ? കുറച്ചുപേരെങ്കിൽ കുറച്ചുപേര് നന്ദിനി കള്ളിയാണെന്ന് കരുതിയില്ലേ? ഞങ്ങളുടെ നന്ദിനി അങ്ങനെ വിളിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഒരു കാര്യം തീർച്ചയാ, നല്ലവനായി നടന്നിട്ട് ഈ ലോകത്ത് കാര്യമൊന്നുമില്ല. ദുഷ്ടന്മാരെയാ പന പോലെ വളർത്തുന്നതും പന്തൽ പോലെ ആക്കുന്നതുമല്ല. മോളെ, അച്ഛനൊരു കാര്യം പറയാം. ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി വരിക. അവരൊക്കെ അച്ഛനെതിരായിട്ടാണ് വരുന്നതെങ്കിൽ അച്ഛനെ എന്ത് ചെയ്തോട്ടെന്ന് കരുതുമായിരുന്നു. പക്ഷേ നിന്റെ കാര്യത്തിൽ അച്ഛൻ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. നിനക്കൊരു പോറല് പറ്റിയാലും അത് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വലിയൊരു മുറിവായിരിക്കും. അച്ഛൻ വിഷമിക്കണ്ട. എന്തായാലും ഇനി ഇതിന്റെ പേരില് ആരോടും ഒന്നും ചോദിക്കാതെ തലതാഴ്ത്തി നടക്കാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. കൺമുന്നിലെ തെറ്റ് കണ്ടാ ചോദിക്കും. സംസാരിക്കാനുള്ളത് ആരോടായാലും ഉറക്കെ സംസാരിക്കും. എന്നിട്ട് സംഭവിക്കട്ടെ. ഇനി ഇതിന്റെ പേരില് ആരും ഇവിടെ തളർന്നിരിക്കണ്ട. നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല. സംഭവിക്കാനും പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ കാർത്തികേ, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ആളുകൾ ഇറങ്ങി അവളെ സഹായിച്ചുകൊണ്ടിരിക്കുക. അവൾക്കെന്താ ഇത്ര പ്രത്യേകത? കമ്മീഷൻ സാർ വന്നിറങ്ങിയില്ലായിരുന്നെങ്കിൽ എല്ലാം നമ്മുടെ പ്ലാനിംഗ് പോലെ നടന്നേനെ. ഇനിയിപ്പോ കമ്മീഷണറുടെ നിർദ്ദേശം അനുസരിച്ച് കൃത്യമായ പ്രതികളെ പിടിക്കാൻ പോലീസുകാർ ഇറങ്ങി തിരിക്കില്ലേ? അന്വേഷണം വേണ്ടിവരും. ഉത്തരവ് കടുത്തതല്ലേ? വരാലിന്റെ സ്വഭാവം അവക്ക്. പിടിച്ചാ കൈ നിൽക്കില്ല, വഴുതിക്കളയും. പക്ഷേ പിടിച്ച വരാലിനെ കൊല്ലുന്നൊരു രീതിയുണ്ട്. കനമുള്ളൊരു കമ്പെടുത്ത് തലയ്ക്കടിച്ച് തീർക്കും. ഒന്നും നടന്നില്ലെങ്കിൽ അത് തന്നെയാ മാർഗം. എടോ, സൂക്ഷിച്ചു മതി. പോലീസ് യൂണിഫോമിൽ നിന്ന് നിങ്ങൾ തലതാഴ്ത്തി ശീലിച്ചിട്ടുണ്ടാവും. പക്ഷേ കാർത്തികേയനത് ശീലിച്ചിട്ടില്ല സാറേ. നിങ്ങളും ഈ നരേന്ദ്രനും ശത്രുവിന്റെ സ്ഥാനത്ത് നിന്ന് അവളെ മാറ്റിയാലും കാർത്തികേയന്റെ പ്രധാന ശത്രു അവളാ. ഒരു കുരുക്കിന്ന് ഊരിപ്പോയതിന് അടുത്തതിന് ഞാൻ അവളെ കുരുക്കിയിരിക്കും.
ശരിയാണോ? ശരിയാണെന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ വന്നത്. അളിയത് ഏതാ സ്ഥലം? ഇത് മുൻമന്ത്രി വിശ്വനാഥന്റെ വീടാ. ഓ, അല്ല നമ്മളെന്തിനാ ഇവിടെ വന്നേ? അതെ, എന്തോ വലിയ ഡീലിന്റെ കാര്യമാ. എന്താണ് ഡീലെന്നുള്ളത് ആന്റിക്കേ അറിയൂ. വാളിയ അച്ഛാ, നമ്മളെന്തിനാ ഇവിടെ വന്നേക്കുന്നത്? അത് നമ്മളൊരു ബിസിനസ് കാര്യത്തിന് വന്നതാ. ബിസിനസ് കാര്യത്തിന് എന്തിനാ വീട്ടിലേക്ക് വരുന്നേ? ഓഫീസിലേക്കല്ലേ? നീ കേറി വാ. നിങ്ങൾ വരുന്നില്ലേ? വാ. സൂര്യ, നിനക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യം കണ്ട അപ്പൊ തന്നെ നീ പ്രതികരിച്ചേക്കണം. നമസ്കാരം. വരണം. നമസ്കാരം. വരൂ. വരൂ. ഇരിക്കും. ഇരിക്കും മോനെ. ഇരിക്കും. സിറ്റിയിൽ ഇത് കൂടാതെ 3 വീടുണ്ട് ഞങ്ങൾക്ക്. ഒന്ന് ശ്രീകാര്യത്തും, ഒന്ന് കവടിയാറിലും, മറ്റൊന്ന് കഴക്കൂട്ടത്തും. മന്ത്രിയായിരുന്നപ്പോ ഇഷ്ടം പോലെ കൊള്ളയടിച്ച് കൂട്ടിയിട്ടുണ്ട്. അതിന്റെ ആയി കാണുന്നതൊക്കെ. എന്താ? അല്ലെങ്കിൽ ഇത്രയും വലിയ പദവിയിലിരുന്ന ആളായിട്ടും അങ്കിൾ എത്ര സോഫ്റ്റ് ആയിട്ടാ പെരുമാറുന്നെന്ന് പറയായിരുന്നു. ഉന്നതമായ പദവിയിലൊക്കെ ഇരുന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഞാൻ എന്നും ജനങ്ങളുടെ കൂടെയല്ലേ നിന്നിട്ടുള്ളത് മോളെ. ജനങ്ങളുടെ ദാസനല്ലേ? അത് കറക്റ്റ്. പിന്നെ ദാസന്മാരെ കൊള്ളയടിക്കുന്നതും ഒരു സുഖം അല്ലേ? പത്മ, സൂര്യൻ എടുക്കണാണല്ലോ. ഞങ്ങൾ ഈ രാഷ്ട്രീയക്കാർക്ക് ഒരു കാര്യമുണ്ട്. ഈ പരിഹാസം എന്ന് പറയുന്നത് എപ്പോഴും ഒരു വളവാണ്. എന്താ രീതിയൊന്നും പറയാത്തത്? ഞാൻ പൊതുവെ ഈ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ അല്പം പിന്നാക്കമാണ്. ഓഫീസ്, കമ്പനി കാര്യങ്ങള്, പിന്നെ വീട്, അത്രയേ ഉള്ളൂ എന്റെ ഒരു ചുറ്റുപാട്. മോളെ വിളിക്ക്. മോളെ മിത്ര, അങ്കിൾ, ആന്റി, സൂര്യ, നിങ്ങളതിനെ പരിചയമുണ്ടല്ലോ അല്ലേ? എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ.
എനിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ടെന്ന് ചുമ്മാതങ്ങ് പറഞ്ഞാ പോരാ. സൂര്യയെ കണ്ട നിമിഷം മുതൽ സൂര്യ ഇവളുടെ മനസ്സിലേക്ക് കയറിപ്പറ്റി. അതല്ലേ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം പോലും ഇവളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ വേണ്ടെന്ന് വെച്ചത്. അച്ഛാ, എന്താ ഇവിടെ നടക്കുന്നത്? എന്താ ഈ പറയുന്നത്? മിത്രയും നീയും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാനാ നമ്മളിങ്ങോട്ട് വന്നേ. എങ്ങനെ വിവാഹം? ആർക്ക്? സൂര്യ, അച്ഛ എന്താ ഇത്? ബിസിനസിന്റെ കാര്യങ്ങൾ എന്തൊക്കെയോ സംസാരിക്കാണെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ടും വിവാഹത്തിന്റെ കാര്യങ്ങളാണല്ലോ പറയുന്നത്. ഞാൻ പോവാ. മോൻ അവിടെ ഇരിക്കേ, നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഐ എം സോറി അങ്കിൾ. വിവാഹത്തിന്റെ കാര്യമാണെങ്കിൽ വിശദമായിട്ട് സംസാരിക്കാനൊന്നുമില്ല. എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ മകളെ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് വിവാഹമേ താല്പര്യമില്ല. അവൻ അങ്ങനെ പറയുന്നത് കാര്യമാക്കണ്ട. അവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാ പറയാതെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നേ. അതിന്റെ ദേഷ്യ. സൂര്യ, വാ നമുക്ക് കുറച്ചേരം സംസാരിക്കാം. അതിന്റെ ആവശ്യം എന്താ? ഉണ്ട്. സൂര്യ വാ. ചെല്ലുമോനെ, നിങ്ങൾ സംസാരിക്കേ. അച്ഛ പോയിട്ട് വേണം. ഓക്കെ, ഇനിയിപ്പോ സംസാരിച്ചില്ല എന്ന് വേണ്ട. ചെല്ല്. സൂര്യയോട് എന്താ കാര്യം പറയാതിരുന്നത്? ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് വിവാഹം എത്ര വേണമെങ്കിലും നീട്ടിക്കൊണ്ടുപോയാൽ മതിയെന്നാണല്ലോ. ചില നേരത്ത് നമ്മുടെ നിർബന്ധം വേണ്ടി വരും ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കാൻ. തീർച്ചയായിട്ടും. മിത്രയെ തന്നെ എത്രയോ നിർബന്ധിച്ചിട്ടാ അവളൊരു വിവാഹത്തിന് സമ്മതിച്ചത്. അതിനിടയിൽ അവളുടെ മനസ്സിൽ ഇങ്ങനെയൊരു മാറ്റം. അവന്റെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് പ്രധാനം. അവര് തമ്മിൽ സംസാരിച്ചിട്ട് എന്താന്ന് പറയട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. സംസാരിച്ചു കഴിയുമ്പോ സമ്മതിക്കുവോ? അതുണ്ടാവില്ല. നോക്കിക്കോ, മമ്മിക്ക് അവൻ പണി കൊടുക്കും. സൂര്യയുടെ കാര്യത്തില് ഒരേ ഒരു മിസ്റ്റേക്ക് മാത്രം എനിക്ക് സംഭവിച്ചത്. സൂര്യയെ കാണാൻ ഞാൻ വൈകിപ്പോയി. പക്ഷേ കണ്ട ആ നിമിഷം ഉണ്ടല്ലോ, ദ ഫസ്റ്റ് മൊമെന്റ്, ജീവിക്കുന്നെങ്കിൽ സൂര്യയുടെ കൂടെ മാത്രമാണെന്ന് അപ്പൊ ഞാൻ ഉറപ്പിച്ചു. സൂര്യ, എന്റെ ജീവിതത്തില് ഇതുവരെ എന്താണോ നമ്പർ 1 അത് മാത്രമേ ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. സൂര്യയുടെ കാര്യത്തിലും അത് തന്നെയാ സംഭവിച്ചത്. സൂര്യ എന്നെ ശ്രദ്ധിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ സൂര്യയെ വളരെ നന്നായി ശ്രദ്ധിച്ചിരുന്നു. സൂര്യയുടെ രീതികൾ, ആളുകളോടുള്ള പെരുമാറ്റം, പറയുന്ന വാക്കുകളിലെ ക്ലാരിറ്റി എല്ലാം എനിക്ക് ഇഷ്ടമായി. യെസ്, ഐ ആം മാഡ് അബൌട്ട് യു. ലോകം മുഴുവൻ കറങ്ങിയിട്ടുണ്ട് ഞാൻ. ആൺപിള്ളാരെ ഒരുപാട് കണ്ടിട്ടുമുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു ചങ്കുറപ്പ്, അവരിൽ ആരിലും കാണാത്ത ഒരു സ്റ്റൈൽ. ഈവൻ പബ്ബില് ഡ്രിങ്ക്സ് മിക്സ് ചെയ്യുന്നതിൽ പോലും തന്റേതായൊരു ഐഡന്റിറ്റി. പിന്നെ എങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കും? ഇന്ന് രാവിലെ ഒരു വീട്ടിലേക്ക് വരുന്നു. അവിടെ അല്പം ഗൗരവമുള്ള ആളുകളാണ്. സോ ഞാനിപ്പം മദ്യപിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് പരിപൂർണ ബോധ്യത്തിലാണ്. നീ എന്നെ എങ്ങനെയൊക്കെ കണ്ടുവെന്ന് എനിക്കറിയില്ല. പക്ഷേ നിന്നെ ഒരു വിധത്തിലും കാണാൻ എനിക്ക് പറ്റില്ല. കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുകയാണെങ്കിൽ മറ്റു ചെറുപ്പക്കാർ ഇഷ്ടം പോലെയുണ്ട് നാട്ടില്.
പക്ഷെ അവരിൽ സൂര്യ ഇല്ലല്ലോ. സൂര്യ ഒന്നല്ലേ ഉള്ളൂ. സ്റ്റോപ്പ് ഇറ്റ്. ദേ ഇങ്ങനെ അനാവശ്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്തറിയാം നിനക്ക് എന്നെ പറ്റി? 24 hours ഞാൻ മദ്യത്തിലാണ്. സോ വാട്ട്? സൂര്യക്ക് മദ്യപിക്കാൻ തോന്നുമ്പോ സൂര്യ മദ്യപിച്ചോളൂ. ഞാൻ കൂട്ടിരിക്കാം, ഞാൻ വിളമ്പി തരാം. നിനക്കെന്താ ബുദ്ധിയില്ലേ? നിന്റെ അച്ഛനമ്മമാർക്ക് എന്താ ബുദ്ധിയില്ലേ? ഞാനൊരു വിവാഹം ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു വിവാഹം വേണ്ട. ഞാനും അങ്ങനെയൊക്കെ കരുതിയിരുന്നേ. പക്ഷെ പബ്, മദ്യം അതൊക്കെ കുറച്ചു കഴിയുമ്പോ ബോറടിക്കും. സോ ഒരു കൂട്ട് വേണമെന്നൊക്കെ തോന്നും. എനിക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് സൂര്യ. ഞാനും ഒട്ടും മോശമല്ലെന്നാണ് എന്റെ ഒരു ധാരണ. നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഞാൻ താഴേക്ക് ഇരുന്ന് തന്റെ അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാം. സൂര്യ നിക്ക്. അല്ല, എന്തിനാ സൂര്യ വിവാഹത്തെ പേടിക്കുന്നത്? സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നാണോ? ചോദ്യങ്ങൾ ഉണ്ടാവുമെന്നാണോ? ഒരിക്കലും എന്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ തന്നെ ചുമ്മാ ഇഷ്ടപ്പെടുകയല്ലോ, ആരാധിക്കുക, ബഹുമാനിക്കുക. ആരാധിക്കാനും ബഹുമാനിക്കാനും ഞാൻ എന്താ സെലിബ്രിറ്റിയാണോ? എനിക്ക് സൂര്യ സെലിബ്രിറ്റിയാ. എന്റെ മനസ്സിന്റെ ആരാധനകൾ മുഴുവൻ കൊണ്ടുപോയ സെലിബ്രിറ്റി. സാധാരണ എന്നെ ആരെങ്കിലും ഇത്രയും നേരം ഇറിറ്റേറ്റ് ചെയ്താല് എന്താ സംഭവിക്കുന്നറിയോ? തല്ലും. ഞാൻ അയാളെ മുഖമടച്ച് തല്ലും. തല്ലിക്കോ. കള്ളു കുടിച്ച് നല്ല ലെവലാവുമ്പോ സൂര്യക്ക് വേണമെങ്കിൽ എന്നെ തല്ലിക്കോ. ഞാനത് കാര്യാക്കാതിരുന്നാ പോരെ? നമ്മുടെ പ്രണയത്തിന്റെ രീതി അങ്ങനെയാണെന്ന് കരുതിയ പോരെ? സൂര്യ, പെട്ടെന്ന് ചിലപ്പോ എന്നെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാൻ സൂര്യക്ക് കഴിഞ്ഞില്ല എന്ന് വരും. സൂര്യ സമയം എടുത്തോളൂ, ഞാൻ വെയിറ്റ് ചെയ്യാം. പക്ഷേ തന്നെ സ്നേഹിക്കരുതെന്നോ ആരാധിക്കരുതെന്നോ താൻ പറയരുത്. അത്രയ്ക്ക് ഇഷ്ടമാ എനിക്ക് തന്നെ. ആന്റി വിവാഹം ഉറപ്പിച്ചിട്ടേ ഇവിടെ നിന്ന് ഇറങ്ങുമെന്നാ തോന്നുന്നേ. വിവാഹത്തിന്റെ കാര്യം പറയുമ്പോ സൂര്യ പൊട്ടിത്തെറിക്കുമെന്നാ ഞാൻ കരുതിയേ. പക്ഷേ അവന്റെ റിയാക്ഷൻ നോർമലാ. ഇനി മമ്മിയും ഡാഡിയും കൂടെ ഒന്ന് നിർബന്ധിച്ചാൽ ചിലപ്പോ നടക്കരുത്. ഈ വിവാഹം ഒരു കാരണവശാലും നടക്കരുത്. SP ഗ്രൂപ്പ് ചെയർമാന്റെ മകളുടെ വിവാഹാലോചന വന്നപ്പോ നമ്മളത് മുടക്കാൻ ശ്രമിച്ചു. അതിനേക്കാൾ 1000 മടങ്ങ് ശേഷിയുണ്ട് ഇയാൾക്ക്, ഈ വിശ്വനാഥന്. ഇത്രയും വലിയ ഒരിടത്തുനിന്ന് വൃത്തി നമ്മുടെ വീട്ടിൽ വന്ന് കയറിയ അവള് നമ്മളെ എന്തായാലും ഭരിക്കും, അതിൽ സംശയമില്ല. ഏതാ ഒരാളെ ഭരിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇന്ദ്രജ എന്നെ എത്ര കാലമായിട്ട് ഭരിക്കുന്നു? എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? മകൾക്ക് സൂര്യയോട് കമ്പം തോന്നിയിരിക്കാം. അവളുടെ അച്ഛൻ നമ്മുടെ കുടുംബമായിട്ട് കൈ കോർക്കുന്നത് വലിയ കാര്യമായിട്ട് ചിന്തിക്കുകയും ചെയ്യും. പക്ഷേ അമ്മമാരങ്ങനെയല്ലല്ലോ. നമുക്ക് മിത്രയുടെ അമ്മയൊന്ന് കാണാം. സൂര്യയെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അമ്മമാരുടെ മനസ്സിൽ അമ്പ് തറച്ചാലേ ബാക്കി അവര് നോക്കിക്കോളും. ഉഗ്രൻ ഐഡിയ. എന്നാ വാ, നമുക്കിപ്പോ തന്നെ ആന്റിയുടെ അടുത്തേക്ക് പോവാം. വേണ്ട, വിജയ് ഇവിടെ നിന്നാ മതി. അവിടെ വന്ന് വല്ല മണ്ടത്തരവും കാണിച്ച് കൊളമാക്കും. ഞങ്ങൾ പോയിട്ട് വരാം. വാടി. ഭർത്താവിനെ കുറിച്ച് എന്താ മതിപ്പ്. എന്തെങ്കിലും വേണോ മക്കൾക്ക്? അയ്യോ വേണ്ട ആന്റി, ഞങ്ങള് വീടൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാൻ വേണ്ടി. അതിനെന്താ, ഞാൻ കൊണ്ടുപോയി കാണിക്കാം. വരട്ടെ, സമയമുണ്ടല്ലോ. അല്ല, ആദ്യത്തെ വിവാഹം വേണ്ടെന്ന് വെക്കാൻ ശരിക്കും എന്താ കാരണം?
ആർക്കായാലും അങ്ങനെ ഒരു സംശയം തോന്നും. ഇവിടെ ഒരു കാര്യമുണ്ട് മക്കളെ. സൂര്യൻ അസ്തമിച്ച് രാത്രിയായിന്ന് മിത്ര പറഞ്ഞാലും ഏട്ടൻ അതല്ലാതെ വേറൊന്നും സമ്മതിച്ചു തരില്ല. കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം അവൾ വന്നു പറഞ്ഞു, ആ കല്യാണം വേണ്ട, അതിനവക്ക് സമ്മതമല്ലാന്ന്. ഞാൻ കുറെ ബഹളം വെച്ചു. അപ്പോഴാ സൂര്യയുടെ കാര്യം പറയുന്നേ. പിന്നെ അറിയാലോ അച്ഛന്റെ രീതി. ആ വരവാ പിറ്റേ ദിവസം ആലോചനയുമായി അങ്ങോട്ട് വന്നത്. സൂര്യക്ക് വിവാഹാലോചനകൾ ഒരുപാട് വന്നു ആന്റി. പക്ഷെ ആരും അതൊന്നും ഉറപ്പിക്കില്ല. എന്തുപറ്റി? മോൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞങ്ങളവന്റെ സഹോദരിമാരാ. പക്ഷെ സത്യം പറയാതിരിക്കാൻ പറ്റില്ല. എപ്പോഴോ തുടങ്ങിയ മദ്യപാനമാണ്. ആദ്യമൊക്കെ രഹസ്യമായിട്ടായിരുന്നു. പിന്നെ പിന്നെ ഓഫീസിലായി, വീട്ടിലായി. സത്യം പറഞ്ഞ മദ്യപിക്കാതെ ഒരു നിമിഷം പോലും അവനെ കാണാൻ പറ്റില്ലെന്നുള്ള അവസ്ഥയായി. ഞങ്ങള് ചെറുപ്പത്തിൽ നല്ല കൂട്ടായിരുന്നു. ഇപ്പോഴും ഏട്ടനോട് കളിതമാശ പറയാനും എവിടെങ്കിലുമൊക്കെ പോവാനും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഏട്ടന്റെ കാല് നിലത്തുറച്ചിട്ട് വേണ്ടേ?